സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന പുതിയ ഉദ്യോഗാർത്ഥികളോടും അതേപോലെ തന്നെ കുറെ നാളത്തെ പരിശീലനത്തിന് ശേഷവും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കാതെ പോയ ഉദ്യോഗാർത്ഥികളോടും സാർ എന്ത് മാർഗനിർദ്ദേശമാണ് നൽകുന്നത്? കൊടുക്കാനുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റിന് ആൻസർ തന്നെയാണ് കൊടുക്കാനുള്ള നിർദ്ദേശം. കൃത്യമായിട്ടൊരു ടാർഗറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡെഡിക്കേഷനോട് കൂടി ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ മനസ്സുള്ള ആർക്കും ഈ പറഞ്ഞിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 1-2 എക്സാമുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പഠനം നിർത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു മടിയോടുകൂടി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചോട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിന് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമുക്ക് ദ്രോണാചാര്യയിൽ തന്നെ 4 മാസം പഠിച്ച് ജോലി കിട്ടിയിട്ടുള്ളവരുണ്ട്, 6 മാസം പഠിച്ച് കിട്ടിയിട്ടുള്ളവരുണ്ട്, 1 വർഷം പഠിച്ച് കിട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ 2 വർഷം പഠിച്ച് കിട്ടിയിട്ടുള്ളവരുണ്ട്. അപ്പം അത് ഓരോരുത്തരും എടുക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയൊരു അൺലക്കി ഫാക്ടറൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ അത് മാറിപ്പോകുന്നതായിരിക്കാം. അപ്പോൾ മനസ്സിൽ കൃത്യമായിട്ടൊരു ഡെഡിക്കേഷൻ, എനിക്കിത് പറ്റും. ഇപ്പോൾ വേറൊരു കാര്യം നമുക്ക് അതിനകത്ത് പറയാം, കാരണം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ല. കാരണം അതിനകത്ത് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് മനസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂളും അതേപോലെ തന്നെ മോട്ടിവേഷനോട് കൂടി ഒരു കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാമുകളൊക്കെ കൃത്യമായിട്ട് അതേ രീതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആ ഒരു അപ്രോച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇപ്പോൾ ഈ പറഞ്ഞ 1000 പേരെ പോലെ തന്നെ അടുത്തൊരു 1000 പേരുടെ റിസൾട്ട് നിങ്ങളും ഉൾപ്പെടും. തീർച്ചയായിട്ടും വേക്കൻസികൾ ഇനി നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. കാരണം കേരള ബാങ്കിലെ റിക്രൂട്ട്മെൻറ്റ് ഒരു ചെറിയൊരു ലീഗൽ ഫോർമാലിറ്റീസ് കാരണം ഒരു പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ കുറേ അധികം വേക്കൻസി പ്രൈമറി സൊസൈറ്റികൾ വരും. അത് CSEB വഴിയാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയാൻ നേരത്ത് പിന്നെ JCA വരും, പിന്നെ കേരള ബാങ്ക് വരും, KCRDB അസിസ്റ്റൻറ്റ് മുതലായ പല എക്സാമുകളും നമുക്ക് PSC ലെവലിലും അതുപോലെ CSEB തന്നെ നമുക്കറിയാം. ക്ലർക്ക്, ക്യാഷ്യർ, മാത്രമല്ല അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ തുടങ്ങിയ കുറേയധികം വേക്കൻസികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ മനസ്സിലൊരു ഡിറ്റർമിനേഷനോട് കൂടി തന്നെ കടന്നു വരിക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും.